ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോ, തനിക്ക് വിഷമായോ? വിഷമായി കാണുമെന്ന് എനിക്കറിയാം. അത്രയും പേരുടെ മുന്നിൽ വെച്ചല്ലേ ഐശ്വര്യത്തിൽ തന്നെ തല്ലിയത്. ഇവരുടെയൊക്കെ സ്വഭാവം എന്താണാവോ ഇങ്ങനെ ഒരുമാതിരി മനുഷ്യരെ കാണാത്ത പോലെ? അവര് രമാമ്മയോട് സംസാരിച്ചത് കേട്ടില്ലേ? ഇത്രയും അഹങ്കാരത്തോടെ അമ്മയോട് സംസാരിച്ചവര് നമ്മളെയൊക്കെ മനുഷ്യരായി കണ്ടിട്ടുണ്ടോ തന്നെ ആർക്കറിയാം? മുന്നേ ഇവിടെ വന്നപ്പോഴൊക്കെ എന്തു പാവായിരുന്നു. ഇതാ പറയുന്നത്, മനുഷ്യന് മാറാൻ അധികം സമയം വേണ്ടെന്ന്. താൻ എന്തെങ്കിലും ഒന്ന് പറയേ. ഇങ്ങനെ നിന്നാ മതിയോ? ഞാൻ എന്ത് പറയണമെന്നാ? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും വഴക്കും അടിയൊക്കെ ബാക്കിയുള്ളവർക്കല്ലേ. നമ്മളത് സഹിക്കണം. മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒന്നും സംഭവിക്കാത്ത മട്ടില് പിന്നെയും ജീവിക്കണം. താനും ഇപ്പൊ അത് പറയാനല്ലേ ഇങ്ങോട്ട് വന്നേ? ഇതിപ്പോ എല്ലാം സഹിക്കല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ എല്ലാം സഹിക്കണമെന്ന് ഞാൻ പറയില്ല. നിവൃത്തി ഇല്ലെന്ന് വന്നാ തിരിച്ചു പ്രതികരിക്കണം. ഇതിനപ്പുറം എന്ത് നിവൃത്തികേടാടോ? താൻ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ അവസ്ഥ അങ്ങനെ, എന്റെ അവസ്ഥ ഇങ്ങനെ. എനിക്ക് മനസ്സിലാവും. എന്നും ഒരാൾക്ക് സങ്കടം മാത്രം ഈശ്വരൻ കൊടുക്കില്ലല്ലോ. താൻ നോക്കിക്കോ, ഈ അവസ്ഥയൊക്കെ മാറും. തനിക്ക് നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂന്നാ എന്റെ മനസ്സ് പറയുന്നത്. താനീ പറഞ്ഞതുപോലെയൊക്കെ ചിന്തിച്ച ഇത്രയും നാള് ഞാൻ ജീവിച്ച. പക്ഷെ ഇപ്പൊ പോകെ പോകെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ പോകൂ. പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയാൻ പോകുന്നില്ല. കാരണം അത്രമേൽ എന്റെ ജീവിതം കുരുക്കിൽ വീണ് കഴിഞ്ഞു. ഓരോന്നോരോന്നായി കുരുക്കഴിക്കും തോറും കഴുത്ത് മുറുകുന്ന മറ്റു പ്രശ്നങ്ങൾ. സമാധാനത്തിലൊന്നും ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് തനിക്കറിയോ? ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ 2 അക്ഷരത്തിൽ ഒതുക്കിയ അതിനെ വിധി എന്ന് പറയാം. സ്വയം സമാധാനിക്കാൻ ആ വാക്ക് മാത്രമല്ലേ ഉള്ളൂ. അമ്മയുടെ കാര്യമില്ലാതെ തനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാവർക്കും കാണുമല്ലോ പ്രശ്നങ്ങള്. അങ്ങനെ കുറെ പ്രശ്നങ്ങള് എനിക്കും ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാ, എന്റെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാ അത് വിശ്വസിക്കാൻ വരെ പാടാ. ഇങ്ങനെയൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നിപ്പോവും. ഇപ്പൊ എല്ലാം ഞാനായിട്ട് തന്നെ ഈശ്വരന് വിട്ടുകൊടുത്തിരിക്കുക. അവിടുന്ന് തരുന്നത് ഞാൻ അനുഭവിക്കും. അത് സന്തോഷമായാലും സങ്കടമായാലും. ഇനി അങ്ങോട്ട് സന്തോഷമൊന്നും ആയിരിക്കില്ല. എന്ത് ചെയ്യാൻ, അനുഭവിക്കാൻ തന്നെ. ഈ സമയം കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കണം.